ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചേട്ടനെ കൊണ്ട് ആശുപത്രിയിൽ പോകുന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. ശബരിമല പോയിട്ട് വന്നതിന് ശേഷം വയ്യായിരുന്നു. ശബരിമല പോയിട്ട് വന്നത് ശനിയാഴ്ചയായിരുന്നു. അന്ന് വന്നതിന് ശേഷം തന്നെ ചേട്ടനെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ രാത്രിയിലും പോയി കഴിഞ്ഞ് വന്നിട്ടൊന്നും ഉറക്കം ശരിയാവാഞ്ഞൊന്നും അറിയില്ല. അന്ന് തൊട്ട് വയ്യായിരുന്നു, ക്ഷീണമായിരുന്നു. ജോലിക്ക് പിന്നെ 2-3 ദിവസം വണ്ടി ഓടിക്കാൻ ഇങ്ങനെ പോയൊക്കെ കഴിഞ്ഞ് വന്നിട്ടും രാത്രി വയ്യാതെ കിടക്കും. ആശുപത്രി പോകാൻ വിളിച്ചിട്ടൊന്നും ആൾ വരുന്നുമില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇന്ന് ഭയങ്കരമായിട്ട് അങ്ങ് വയ്യാതായി. അന്നേരം ഞാൻ വിചാരിച്ചു ആശുപത്രിക്ക് രാവിലെ വിളിച്ചതാണ്. രാവിലെ ഒന്നും വന്നില്ല. മരുന്നൊക്കെ കഴിച്ചൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. ഞാൻ വിചാരിച്ചു എന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ചക്കുവള്ളിയിലാണ് പോകുന്നത് കേട്ടോ. ചക്കുവള്ളിയിൽ പ്രശാന്തി ഹോസ്പിറ്റലാണ്. അടുത്ത് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓടിപ്പോകുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ. പെട്ടെന്ന് മാറുകയും ചെയ്യും. എന്തോ ചെറിയ പനിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ഈ പ്രശാന്തി ക്ലിനിക്കിലോട്ടാണ് നമ്മൾ വരുന്നത് കേട്ടോ. ഇതാ ആശുപത്രി. ഞങ്ങൾ ആശുപത്രിയിലെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ ഉള്ള എല്ലാവർക്കും പനിയാണല്ലോ. പനി ആയതുകൊണ്ട് പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ചെന്നപ്പോൾ. ഇത് ഫാർമസി കേട്ടോ. ഞങ്ങൾ ചീട്ടെടുത്തിട്ട് ഇവിടെ ഇരിക്കുക. അങ്ങനെ ചേട്ടനാണെങ്കിൽ ബി പി നോക്കിയപ്പം വളരെ കുറവായിരുന്നു. അന്നേരം അതിൻ്റെ ആയിരിക്കും ക്ഷീണം. ബി പി കുറവായിരുന്നു. അത് ആഹാരം കഴിക്കുന്നില്ലായിരുന്നു. ജോലിക്ക് പോകുമ്പോഴൊന്നും ആഹാരം അങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു. അങ്ങനെ ആൾക്ക് ട്രിപ്പ് ഇട്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുഖത്ത് കുഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ആദ്യമേ ചില ഫോട്ടോ എടുക്കുമായിരിക്കുമെന്ന്. പിന്നെ നോക്കിയപ്പം വീഡിയോ അതിന് എടുത്തുകൊണ്ട് പോകാൻ പറയുന്നത്. അങ്ങനെ ഡോക്ടറെ കണ്ട് ട്രിപ്പൊക്കെ ഊരി. വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ആഹാരം കഴിക്കാഞ്ഞതിൻ്റെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ മലർവാടിയിൽ വന്നു കേട്ടോ. നമ്മുടെ സ്വന്തം മലർവാടിയിൽ. ചേട്ടനൊരു ലൈമ് പറഞ്ഞു. ചേട്ടന് കൊത്തു പൊറോട്ട മതിയെന്ന് പറഞ്ഞു. അങ്ങനെ കൊത്തു പൊറോട്ട മേടിച്ച് എനിക്ക് സ്വന്തം എൻ്റെ ദേശീയ ഭക്ഷണവും ചിക്കൻ ഫ്രൈഡ് റൈസും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ വെച്ച് ഫ്രൂട്ട്സ് കടയിൽ ഒന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് പോകാമെന്ന് വെച്ച്. ഇത്രയേ ഉള്ളൂ വിശേഷം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.